കേരളത്തിൽ കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന പ്രധാന ഉത്സവമാണ് വൈക്കത്തഷ്ടമി. ഉത്സവത്തിന്റെ സമാപനം അഷ്ടമി ദിനത്തിലായതിനാലാണ് ആ പേര് സിദ്ധിച്ചത്. ഈ ദിവസം രാത്രി വൈക്കം ശ്രീ മഹാദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും സമീപ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തുകളും ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്ന് കൂടി എഴുന്നള്ളുകയും ചെയ്യുന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. അഷ്ടമി ഉത്സവത്തിന് വൈക്കത്തപ്പന്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂടിയെഴുന്നള്ളത്ത്, അഷ്ടമി എഴുന്നള്ളത്ത്, പഞ്ചവാദ്യം എന്നിവ പ്രസിദ്ധമാണ്. അഷ്ടമി ദിവസം ഉദയനാപുരം, വൈക്കം എന്നിവിടങ്ങളിലെ ദേവന്മാരുടെ എഴുന്നള്ളത്ത് അനേകം ഭക്തന്മാരെ ആകർഷിക്കുന്നു. അഷ്ടമി ദർശനം പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ദർശനം അന്നേ ദിവസം വെളുപ്പിന് 4:30 മുതൽ ആരംഭിക്കുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ആൽച്ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാദ മഹർഷിക്ക് പത്നി സമേതനായി ഭഗവാൻ ശ്രീപരമശിവൻ ദർശനം നൽകി അനുഗ്രഹിച്ചു അത്രേ. ആ പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം നടത്തുന്നത്.
വൈക്കത്തിന് സമ്മാനിക്കുവാൻ ആനയൂട്ടുകൂടുവാൻ പ്രിയ പാർത്ഥസാരഥിക്കും സാരഥി മാർഗം അന്നദാന പ്രഭുവിന്റെ തിരുമംഗളത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കൊടിയേറിയ നാൾ മുതൽ തിരുവൈക്കത്ത് നിറയുന്ന ഗജരാജ പെരുമയിൽ പലകുറി ഒന്നാമനായ യുവരാജാവിത കടന്നു വരികയാണവൻ. പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ അരങ്ങിലെ താരമാകാനും ആവേശങ്ങളുടെ നായകനാകാനും കൂട്ടായി കൂടെയുള്ള സാരഥി പായിപ്പാട് വിജയുടെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് ശിവനന്ദൻ. സന്ധ്യാവേളകളുടെ നാൾ മുതൽ വൈക്കത്തുകാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയവൻ. ഗരുത്തിന്റെ വീരന്മാരെ വരവേറ്റ് സ്വീകരിച്ച വൈക്കത്തേക്ക് ഇനിയിതാ അക്ഷരനഗരിയുടെ നിത്യഹരിത നായകൻ വരുന്നു. ഇവൻ അക്ഷരനഗരിയുടെ ആന കേരളത്തിന്റെയും നിത്യഹരിത നായകൻ, ആരാധകരുടെ പൂവാലൻ, ഐരാവത സമസൂര്യ പ്രഭാവൻ, ഗജരാജരത്നം കാഞ്ഞിരക്കാട്ടു ശേഖരൻ. ആനയൂട്ട് കൂടുവാൻ സ്വാഗതം, സുസ്വാഗതം. ആഘോഷത്തിന്റെ ശീലുകൾ മഹാദേവന്റെ മണ്ണിൽ അലയടിക്കുമ്പോൾ അണിനിരന്നു നിൽക്കുന്ന മധുരപ്പുറത്തിന്റെ നായകൻ കടന്നു വരുന്നു. വിജയേന്ദ്ര വീരപ്രതാപി മധുരപുരം കണ്ണൻ. ഈ മണ്ണിൽ നിറയുന്നവൻ, മൂസന്മാരുടെ ചുമതലയേറി പെരുന്തിക്കോവിലപ്പൻ ഋഷഭവാഹനത്തിൽ എഴുന്നള്ളി നിന്നപ്പോൾ വലം കൊണ്ട് സേവിച്ചവൻ, പത്തരമാറ്റി പ്രൗഢിയുമായി മലയാള മണ്ണിന്റെ മതിലകം ഗജമഹിമയ്ക്ക് പര്യായം രചിച്ചവൻ കൊണ്ട് പല്ലാട്ട് ബ്രഹ്മദത്തനും അനന്തപുരിയിൽ നിന്ന് ആനക്കേരളത്തിന്റെ ഹൃദയത്തിലേറിയ സാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കയ്യും പിടിച്ച് ഈരാറ്റുപേട്ട അയ്യപ്പനും ഇതാ ഈ തിരുവൈക്കത്തെ ധന്യമാക്കുവാൻ ഇരുവശത്തു നിന്നും കടന്നു വരികയാണ്. അതെ, അഷ്ടമി ആഘോഷത്തിൽ ദേവസംഗമത്തിൽ അച്ഛന്റെ ചാരെ ആരോഗ്യ പുത്രനെ എഴുന്നള്ളിക്കുവാനുള്ള നിയോഗവുമായി സഹ്യരാജകുലപതി പല്ലാട്ട് ബ്രഹ്മദത്തൻ വരുമ്പോൾ താരകാസുരനെ വേലിനാൽ നിഗ്രഹിക്കാൻ പോയ പൊന്നുണ്ണി വേലായുധനെ കാത്തു നിൽക്കുന്ന പെരുന്തൽക്കോവിലപ്പനെ ശിരസിലേറ്റുവാൻ സഹ്യസുന്ദര ഗന്ധർവൻ ഈ രാജുപേട്ട അയ്യപ്പനും വരികയാണ്, ഒന്നിച്ചു വരികയാണ്. ആന കേരളത്തിന്റെ പ്രത്യക്ഷ ഐരാവതത്തിന് കാലം സാക്ഷ്യം വഹിക്കുമ്പോൾ ആരവത്തിന് പെരുമ സമ്മാനിക്കുന്ന കോട്ടയത്തിന്റെ കൊമ്പന്മാർ ഇതാ തെക്കേനട ആന സ്നേഹി സംഘത്തിന്റെ സജ്ജീകരണ മികവിൽ തിരുവൈക്കത്തപ്പന്റെ ചരൽപ്പരപ്പിനെ പുളകം കൊള്ളിച്ച് കടന്നു വരികയാണവർ. കഴിഞ്ഞ അഷ്ടമിയുടെ 10ാം ദിവസം തന്റെ ശിരസിൽ പ്രൗഢിയുമായി വരവറിയിച്ച ഗജ കൗസ്തുഭം പല്ലാട്ട് ബ്രഹ്മദത്തൻ ഉദയനാപുരത്തുണ്ണി വേലായുധനെ ശിരസിലേറ്റുമ്പോൾ വന്നു നിന്ന നാളിലെല്ലാം അർഹമായ സ്ഥാനം നൽകി അന്നദാന പ്രഭു അനുഗ്രഹിച്ച ചരിത്രമുള്ള ഐരാവത സമൻ ഈ രാജുപേട്ട അയ്യപ്പൻ വൈക്കത്തപ്പന പീഠമാകും. അതെ, ഇവർ ഇരുവരും കാഴ്ച ശീവേലികളുടെ നായകന്മാരായി വൈക്കത്തപ്പന്റെ വലിയ തിടമ്പേറ്റിയ ചരിത്രമുള്ളവർ. ഇവർ ഇരുവരും ഉദയനാപുരത്ത് നാഥനായി നിൽക്കുന്ന തന്റെ ദേശനാഥൻ മേലമ്പാറ സാത്താവിന് നീരാഞ്ജനം സമർപ്പിച്ച് പല്ലാട്ട് ബ്രഹ്മദത്തൻ കടന്നു വരുമ്പോൾ പദവ് തെറ്റാതെ പദവിന് ഭംഗം വരുത്താതെ പുലിയന്നോടൊപ്പനത്തിൽ നീരാറ്റുപേട്ട അയ്യപ്പനും വന്നു ചേരുകയാണ്. ശ്രീ പൂർണ്ണ ത്രീശന്റെ മതിലകത്ത് മതി വരുമ്പോൾ
തെക്കൻ തട്ടകത്തിലും വടക്കൻ സാമ്രാജ്യങ്ങളിലും തന്റെ താമസയം കുറിച്ചിട്ട് പ്രൗഢിയാക്കിയവൻ തിരുനക്കര ദേവരുടെ പൻപൂരത്തിന് നികവാർന്ന സൗന്ദര്യമായ പടിക്കെട്ടുകൾ ഇറങ്ങിയവൻ. അതെ, ഇത് കോടനാട് കളരി കരിവീര കേരളത്തിന് സമ്മാനിച്ച എക്കാലത്തെയും മികച്ച ആനച്ചന്തങ്ങളിൽ ഒരുവൻ. കോടനാട് നിന്നും കോടമമുള്ള ഈരാറ്റുപേട്ടയിലെത്തിയ പരവൻ പറമ്പിയിലെ ആരോമലായവൻ. ബാല്യകാലം മുഴുവൻ ചേർത്തലയ്ക്ക് സമ്മാനിച്ച ബാല്യകൂടാരങ്ങളിൽ രാജകീയത ചൂടിയവൻ. കുട്ടിയാളനെയും കടക്കി പെണ്ണും കയറുന്ന വൈക്കത്ത് വന്ന പൂരനായകൻ. ആരാധനയുടെ സ്വന്തം സ്വന്തം ആരാം, ഈരാറ്റുപേട്ടയുടെ ആരോമലായ ആരാം, ഐരാവതസ്വൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ. പരിപാലനവുമായ ഈ വർഷത്തെ ഈ തിരുവൈക്കത്ത് തന്നെ തെളിയിക്കുവാൻ വന്നു ചേരുകയാണിവർ. തെക്കേനാന സ്നേഹി സംഘത്തിന്റെ സംയോജനത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണിവർ. അതെ, മീനച്ചിലാറിന്റെ പൊടിയും വേറാണ സംഗമത്തിന്റെ പൊലിമകളും നിറയുന്ന വേലമ്പാറയുടെ മണ്ണും കോടമഞ്ഞിറങ്ങുന്ന ഈരാറ്റുപേട്ടയുടെ നാടും കിടന്ന് വൈക്കത്തിന്റെ പെരുമയിലേക്ക് വന്നു ചേർന്നാലും നായകന്മാരെ, വൈക്കത്തിന്റെ മണ്ണിൽ വൈക്കത്തപ്പന്റെ പ്രദക്ഷിണ വീതിയിൽ വൈക്കത്തപ്പനെയും പൊന്മകനെയും എഴുന്നള്ളിക്കുവാനുള്ള നിയോഗവുമായി വരിക വരിക നിങ്ങൾ. തങ്ക ഏലക്കെട്ടും തങ്ങളുടെ ഏലക്കെട്ടും തങ്ക കുഴകളും ചൂടി ചൂടുവാൻ ഒരുങ്ങി കഴിഞ്ഞു. വൈക്കത്തപ്പൻ അന്നദാന പ്രഭു, അന്നദാന പ്രഭുവിന്റെ തിരുവമൃതിയെത്തുന്ന വരുവാൻ വൈക്കത്തപ്പനെ കരമുയർത്തി തൊഴുക. ശിരസിൽ സർവാനുഗ്രഹങ്ങളും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എല്ലാ തിരുവീരന്മാരും വൈക്കത്തപ്പനെ വളർത്തുന്നു.